നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ സിറ്റിംഗ് MLA കോൺഗ്രസിൽ അംഗത്വമെടുത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ഞെട്ടിച്ച തീരുമാനമാണ് മുൻക അസംബ്ലി മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ ധരംപാൽ ലക്ര എടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. തിരുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി മാറിക്കഴിഞ്ഞു എന്നതാണ് ധരംപാലിന്റെ വരവോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധരംപാൽ ലക്ര ഈ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ആം ആദ്മിക്ക് ലഭിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. 2020 ഈ മണ്ഡലത്തിൽ പ്രധാന എതിരാളി BJP ആയിരുന്നു. 2015-ലും 2020-ലും ഇവിടെ ആം ആദ്മി പാർട്ടിയാണ് വിജയിച്ചത്. 2008-ൽ രൂപീകൃതമായ മണ്ഡലത്തിൽ ഇതുവരെയായി കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ധരംപാലിന്റെ വരവ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 19,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ധരംപാൽ BJP സ്ഥാനാർത്ഥിയായ ആസാദ് സിംഗിനെ പരാജയപ്പെടുത്തിയത്. 90,000 വോട്ടുകൾ ധരംപാൽ ലക്രയ്ക്ക് ലഭിച്ചപ്പോൾ 71,000 വോട്ടുകൾ മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചത്. അവിടെ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബഹുദൂരം പിന്നിലാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയും BJPയുള്ള മൃദു സമീപനവും തുറന്നു കാണിക്കപ്പെടുന്നതോടെയാണ് പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത്. ആ ചാട്ടം കോൺഗ്രസിലേക്കാണ് എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടമാവുന്നത്. അതൃപ്തരായ പല MLA-മാരും അതുപോലെ പല സുപ്രധാന നേതാക്കളും പ്രിയങ്ക ഗാന്ധിയുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി കുത്തനെ താഴേക്ക് പോകുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ പഴയതുപോലെ കോൺഗ്രസിലേക്ക് തന്നെ പോകുമെന്നതും ഉറപ്പാണ്. എന്നാൽ അത് ഏകോപിപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിക്കണം. അവിടെയാണ് കോൺഗ്രസ് മിടുക്ക് കാണിക്കേണ്ടത്. നിലവിൽ 4ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ, അതായത് ആകെയുള്ള 70 സീറ്റുകളിൽ 63 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ഇത്തവണ കോൺഗ്രസിന് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നത് ശുഭസൂചന നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. 7 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഒരു സസ്പെൻസ് ആക്കി വെച്ചത് മറ്റു പാർട്ടികളിൽ നിന്നും വരുന്ന പ്രധാന നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നുള്ള സംശയങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്.